സിനിമയെ നിയന്ത്രിക്കുന്നത് ഒരു പവർ ഗ്രൂപ്പാണ് എന്ന രീതിയിൽ അങ്ങക്ക് എന്താണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്? ഉറപ്പായിട്ടും ഉണ്ടല്ലോ. ഉറപ്പായിട്ടും ഇവിടെ കുറച്ച് പേരുടെ കയ്യിൽ മറ്റുള്ളവരെക്കാട്ട് എത്രയോ അധികം പവറുണ്ട്. നായികയ്ക്കും നായകനും ഒക്കെ തുല്യവേതനം പ്രായോഗികമാണ്. അപ്പോഴും ഇൻഡസ്ട്രിയിൽ ഈ മാർക്കറ്റ് വാല്യൂയുടെ ഒരു പ്രശ്നമുണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് ഇവർ അത് തീരുമാനിക്കുന്നത്. പക്ഷേ വളരെ ഇത് ആ പറയുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, ഭയങ്കര ഒരു വലിയ ഗ്യാപ്പാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടെ നമ്മൾ കണ്ടത് ഈ കാസ്റ്റിംഗ് കൗച്ചും അതുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളാണ്. സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന തൊഴിലിടങ്ങളിൽ ലൈംഗിക ചൂഷണം ഉൾപ്പെടെ എത്രത്തോളം ഗുരുതരമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതിൽ തന്നെ പലപ്പോഴും ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ഈ ശുചിമുറികളില്ല എന്നതിനപ്പുറത്തേക്ക് ഈ പലപ്പോഴും ഈ പ്രമുഖരായ നടികൾക്ക് പോലും നേരിടേണ്ടി വരുന്ന ചില ദുരനുഭവങ്ങൾ അവർ പിന്നീട് നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം അവർ വെളിപ്പെടുത്തുന്നു. റൂമിൽ വാതിൽ മുട്ടുന്ന ആളുകളുണ്ടായിരുന്നു. വളരെ ഭയന്നാണ് കഴിഞ്ഞിരുന്നത്. അത്തരത്തിൽ നിരവധി വിഷയങ്ങളാണ് ഇവർ പറയുന്നത്. ഇതൊക്കെ അങ്ങ് ഈ ഫീൽഡിലേക്ക് വന്നപ്പോൾ, അങ്ങയുടെ ആദ്യത്തെ സിനിമയുമായി അങ്ങ് വരുമ്പോൾ അത്തരം അനുഭവങ്ങൾ, അങ്ങൊരു സ്ത്രീ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു ക്രൂര നയിക്കുന്നൊരു വ്യക്തി കൂടി ആയതുകൊണ്ടാണ്. അപ്പോൾ അത്തരം വെല്ലുവിളികൾ സ്ത്രീ ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നൊരു യാഥാർത്ഥ്യം അങ്ങ് മനസ്സിലാക്കിയപ്പോൾ എന്തായിരുന്നു അങ്ങക്ക് തോന്നിയത്? സത്യം പറഞ്ഞാൽ ഞാൻ എത്രയോ ലക്കിയായിരുന്നു. ബിക്കോസ് ആദ്യത്തെ പടത്തിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തതൊക്കെ നമ്മുടെ ഒരു സിസ്റ്റമിലുള്ള ആൾക്കാരായിരുന്നില്ലേ, എൻ്റെ ഒരു കോർ ഗ്രൂപ്പ്. അപ്പോൾ ഞങ്ങൾ തുടക്ക ദിവസങ്ങളിലൊക്കെ വളരെയധികം നമ്മുടെ ഒരു യൂഷ്വൽ ബോംബെ എന്നുള്ളൊരു ലൈൻ പ്രൊഡ്യൂസറായിരുന്നു, പുറമേ നിന്നുള്ളൊരു DP ആയിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു രീതിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പതുക്കെ ഇവിടുത്തെ രീതികൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയമെടുത്തു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനൊരു ഡയറക്ടറായിട്ടാണ് വരുന്നത്. നമ്മൾ ശരിക്കും ഏറ്റവും സേഫായിട്ടുള്ളൊരു സ്പേസിലാണ് നമ്മൾ നിൽക്കുന്നത്. ബട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഇഷ്യൂസ് ഉണ്ടല്ലോ, ഇതെല്ലാം തിരിച്ചറിയുമ്പോഴാണ് എനിക്കുള്ളൊരു സേഫ്റ്റി അവർക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴാണ് യു ഗെറ്റ് റിയലി കൺസേൺഡ്. ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോവുക, എങ്ങനെയാണ് അത് എൻഷുർ ചെയ്യാൻ പറ്റുക, അത് എന്തുകൊണ്ടാണ് അങ്ങനെ, ഇതൊക്കെ ഇത്തിരി സമയമെടുത്തു ഇത് മനസ്സിലാക്കാൻ. ആൻഡ് അത് ഇവിടെ പലപ്പോഴും ഒരു വിഷയമല്ല എന്നുള്ളൊരു കാര്യം. അവർ പോലും ഒരുപാട് പേരോട് സംസാരിക്കുമ്പോൾ അവർ പറയും, ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഇതൊന്നും പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ പറയാനും ആരെങ്കിലും വേണ്ടേ അപ്പുറത്ത്. ഞങ്ങളുടെ ഒരു വിഷമം എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും അപ്പുറത്ത് ആരുമില്ല. ആ കാലത്തൊക്കെ വളരെ ചുരുക്കം സ്ത്രീകളായിരുന്നു സെറ്റിലുണ്ടാവുന്നത്. ഞാൻ ആദ്യത്തെ പടം ചെയ്യുമ്പോൾ ഞാനുണ്ടായിരുന്നു, എൻ്റെ ഫസ്റ്റ് AD ആയിട്ടൊരു പെൺകുട്ടി, അവർ ബോംബെയിൽ നിന്ന് വന്നതായിരുന്നു. അവരുണ്ടായിരുന്നു, പിന്നെ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ്. ആക്ടേഴ്സ് അല്ലാത്ത ഞങ്ങൾ മാത്രമായിരുന്നു സ്ത്രീകളായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഓരോ പടം കഴിയുമ്പോൾ ഈ ഫിലിംസ് എന്താ പറയുക, വർക്കിംഗ് സ്റ്റിൽസ് എടുത്ത് നോക്കിയാൽ അറിയാം, സ്ത്രീകളുടെ എണ്ണം കൂടി വരികയാണ്. ആൻഡ് ആ സമയത്തൊക്കെ തുടക്കത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ചില ദിവസങ്ങൾ ഞങ്ങൾക്ക് എക്സ്ട്രാസ് ജൂനിയർ ആർട്ടിസ്റ്റിനെയൊക്കെ വിളിക്കുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവണം, ചില സീൻസ് ഉണ്ട്. അപ്പോൾ ഒരു ദിവസം അങ്ങനത്തെ സീൻസൊന്നും ഇല്ല, പക്ഷേ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എന്തോ തെറ്റ് പറ്റിയോ, നമ്മൾ എന്തിനാണ് ഇന്ന് ഇത്രയും ആൾക്കാരെ വിളിച്ചത്, ഇന്ന് അങ്ങനത്തെ സീൻസൊന്നും ഇല്ലല്ലോ. അപ്പോൾ അയ്യോ നമ്മൾ വിളിച്ച ആൾക്കാരല്ല. അപ്പോൾ ഇവരെല്ലാം വന്നത് ഇങ്ങനെ ഒരു സ്ത്രീ സംവിധാനം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാനാണ്. അപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. പക്ഷേ ഇതിനു മുമ്പും മലയാളത്തിൽ വനിതാ സംവിധായകരുണ്ടായിരുന്നു, പക്ഷെ ഒരു കൊമേഴ്ഷ്യൽ ഫിലിം അല്ലെങ്കിൽ അത്തരം സിനിമകളിലേക്ക് വനിതകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് താങ്കളുടെ സിനിമ ഇത്രയേറെ ശ്രദ്ധിക്കപ്പെട്ടത്. അതിൽ ഇതൊരു കമേഴ്ഷ്യൽ ഫിലിം അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നില്ല. ഞങ്ങളുടേതായ രീതിയിൽ വർക്ക് ചെയ്യായിരുന്നു. പക്ഷേ ആ ഒരു നാട്ടിൻപുറത്ത് അവരുടെ ഒരു ചിന്ത അങ്ങനെയായിരുന്നു. സോ ഐ ജസ്റ്റ് റിയലൈസ് ദാറ്റ് മൈ ഗോഡ്, അതിൻ്റെ അർത്ഥം ഇവിടെ അത്രയും കുറച്ച് സ്ത്രീകളായതുകൊണ്ടാണ്. പക്ഷേ ഓരോ പടം കഴിയുമ്പോഴും അതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എത്രയോ പെൺകുട്ടികളാണ് വരുന്നത്. ഒരിക്കലും നമ്മളൊരു ജോലിയിലേക്ക് ഒരാളെ എടുക്കുമ്പം അവരുടെ ജെൻഡർ നോക്കിയിട്ടൊന്നുമില്ല. നമ്മുടെ സിനിമയിലേക്ക് ഏറ്റവും നല്ലോണം വർക്ക് ചെയ്യാൻ പറ്റുന്നത് ആരായിരിക്കും. സർക്കാർ തന്നെ വനിതാ സംവിധായകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ തന്നെ പല പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടല്ലോ. അതെ. അപ്പോൾ ഇവർ ഈ എല്ലാ ഫീൽഡിലും സ്ത്രീകൾ ഒരേപോലെ നമ്പേഴ്സ് കൂടുമ്പോൾ അത് നോർമലൈസ് ആവും, അവരൊറ്റപ്പെടില്ല. അപ്പം തന്നെ കുറേ കാര്യങ്ങൾ മാറുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രൊഡക്ഷനിലേക്കൊക്കെ സ്ത്രീകൾ വരുമ്പം എന്നുവെച്ചാൽ അവർ കണ്ടറിഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ ഒരു സിമ്പിൾ തിങ്, ഈ പറഞ്ഞ ലൈൻ പ്രൊഡ്യൂസർ, എൻ്റെ ലൈൻ പ്രൊഡ്യൂസർ NP പ്രകാശ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൂടുതലും ബോംബെയിലൊക്കെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഫിലിമിൽ എന്തോ ഒരു കാര്യത്തിന് പ്രൊഡക്ഷൻ ഓഫീസിൽ പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, അവിടെ ഫസ്റ്റ് എയ്ഡ് കിറ്റിൻ്റെ കൂടെ സാനിറ്ററി നാപ്കിൻസൊക്കെ വെച്ചിരിക്കുന്നു. ഐ വാസ് സർപ്രൈസ്ഡ് സത്യം പറഞ്ഞാൽ. അപ്പം ഞാൻ ചോദിച്ചു, യുനോ ഇതെല്ലാം വെക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഇത്രയും പെൺകുട്ടികൾ വർക്ക് ചെയ്യണതല്ലേ, അപ്പോൾ ഇതൊക്കെ വെക്കണമല്ലോ നമുക്ക് എന്ന് അത് ഒരു പുരുഷനാണ് പറയണത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അതിലൊരു സെൻസിറ്റിവിറ്റി ഉണ്ട്. നമ്മുടെയൊക്കെ ആവശ്യങ്ങളല്ലേ ഇതൊക്കെ. അപ്പോൾ അതെല്ലാം കണ്ടറിഞ്ഞ് അതിന് വേണ്ടതൊക്കെ ചെയ്യുന്നൊരു രീതിയിലുള്ള ഒരു പ്രൊഡക്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു ഫിൽമിങ് എക്സ്പീരിയൻസ് മാറുന്നുണ്ട്. ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ICC ഇപ്പോഴും സജീവമായി എല്ലാ ലൊക്കേഷനിലും ഉണ്ട് എന്ന് അങ്ങേക്ക് ബോധ്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് അത് പിന്നെയും അതിനോട് ആരും താല്പര്യമെടുക്കുക? അതായത് ഇത്രയേറെ കംപ്ലയിൻസുകൾ വരും, നിരന്തരം കംപ്ലയിൻസുകൾ വന്നിട്ട് പോലും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കത്തിന് ആരും തുനിയാത്തത്? എന്തുകൊണ്ടാണ്? ഇനി സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതൊരു ലാക്ക് ഓഫ് അവെയർനെസ് കാരണമാണ്. ഇവിടെ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ഞാൻ അറിഞ്ഞത് പലപ്പോഴും എക്സ്റ്റേണൽ മെമ്പർ ഈ പറഞ്ഞ പ്രൊഡ്യൂസറുടെ ലീഗൽ അഡ്വൈസറായിട്ടൊക്കെ വരുന്നുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. വേർ എക്സ്റ്റേണൽ മെമ്പർ ഒരു ന്യൂട്രലായിട്ട് ജെൻഡറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ലോയറായിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കണം എന്നാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഒരു നിലപാടെടുക്കാൻ പറ്റും ഒരു കംപ്ലയിൻറ്റ് വരുമ്പോൾ. ബട്ട് വെറുതെ ഒരു നെയിം സേക്കിന് വേണ്ടി IC ഉണ്ടാക്കിയിട്ട് ഇതാണ് നമ്മുടെ IC, ആ IC മെമ്പേഴ്സിനോട് നമ്മൾ വെച്ച് ചോദിക്കുമ്പം ഒരു കോൾ വന്നു, നിങ്ങൾ ICയിൽ ഉണ്ടാവണമെന്നുണ്ട്, പിന്നെ എന്താ ഉണ്ടായെന്ന് അറിയില്ല, പടം കഴിഞ്ഞു, പടം റിലീസായെന്ന് അവർ നമ്മളോട് ചോദിക്കും. അപ്പോൾ പിന്നെ ഇതിൽ എന്തർത്ഥമുള്ളത്? ഈ IC മെമ്പേഴ്സിനെ ആരും കാണുന്നില്ല, അവരുടെ ഡീറ്റെയിൽസ് ആർക്കും ഇല്ല, അവരുടെ നമ്പർ ആർക്കും ഇല്ല. അപ്പോൾ ആ പേരിനൊരു IC ആരോ ഉണ്ടാക്കി എവിടെയോ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പോസ്റ്റേഴ്സൊന്നും ഒട്ടിക്കുന്നില്ല, ആരും കാണാത്ത ഭാഗങ്ങളിലൊക്കെ എവിടെയെങ്കിലും ഒരു ചെറുതായിട്ടൊരു പോസ്റ്റർ ഒട്ടിച്ചിട്ട് വെറുതെ ഒരു നെയിം സേക്കിന് വേണ്ടി നടത്തുന്നൊരു രീതിയുണ്ട്. പക്ഷെ അതല്ലാതെ ഇവിടെ ആരും നിർബന്ധിക്കാതെ സ്വയം ഞങ്ങൾക്ക് IC വേണമെന്ന് വന്ന് ചോദിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അവരെത്രയോ പേര് WCCയെ കോൺടാക്ട് ചെയ്തിട്ട് പറയും, ഞങ്ങൾക്ക് നല്ലൊരു എക്സ്റ്റേണൽ മെമ്പർ വേണം, നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അപ്പോൾ ഞങ്ങൾ റെഫർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അവരങ്ങനെ വളരെ ഭംഗിയായിട്ട് IC കൊണ്ട് നടത്തുന്നുണ്ട്. അങ്ങനത്തെ വ്യക്തികളും ഉണ്ട്. ഇത് രണ്ടും പറയണം. പക്ഷേ ഇത് നമ്മളിപ്പോൾ കൂടുതലും ആ ഒരു പ്രവർത്തനം നടക്കുമ്പോൾ ഒരു ചേഞ്ചിൻ്റെ പീരീഡാണല്ലോ. ഇത് പതുക്കെ അഡോപ്റ്റായി വരും. ബിക്കോസ് ഇപ്പോഴത്തെ ആൾക്കാരത് ആവശ്യപ്പെടും. ഇപ്പോൾ ഒരു സെറ്റിൽ വന്ന് ജോലി എടുക്കുന്ന പെൺകുട്ടികൾ ഇങ്ങോട്ടേക്ക് വന്ന് ചോദിക്കും, നിങ്ങൾക്ക് IC ഉണ്ടോ, അതിൻ്റെ ഡീറ്റെയിൽസ് എവിടെ എന്ന്. ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി എന്നായിരുന്നു പണ്ട് വിളിച്ചിരുന്നത്, ICC. അത് മാറ്റി IC ആക്കാൻ ഒരു കാരണമുണ്ട്. ഇത് പോഷ് ആക്ട്, അതായത് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹാരസ്മെൻറ്റ്, പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ, ഇത് മൂന്നുമാണ് ഈ ICയുടെ ജോലി. ഇപ്പോൾ പ്രിവെൻഷൻ എന്ന് വെച്ചാൽ ഒരു വിധത്തിലും സെക്ഷൽ ഹാരസ്മെൻറ്റ് ഉണ്ടാവാതെ നോക്കണം. പ്രൊഹിബിഷൻ നിരോധനമാണ്. ഈ കംപ്ലയിൻറ്റ് കമ്മിറ്റി അല്ല ഇത്, വെറും കംപ്ലയിൻറ്റ്സ് മാത്രമല്ല അതിൻ്റെ ജോലി. പരിഹരിക്കുന്നത് മാത്രമല്ല, ഉണ്ടാവാതെ നോക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ ICC എന്ന് വിളിക്കാതെ IC വിളിക്കുന്നത്. സൂപ്പർ സ്റ്റാറിൻ്റെ, മെഗാ സ്റ്റാറിൻ്റെയൊക്കെ സിനിമകൾക്ക്, അത്തരം സിനിമകൾ, സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ലൊക്കേഷനിൽ ഈ IC ഇപ്പോഴും സജീവമായുണ്ടോ? അത് നിങ്ങൾ അവരോട് ചോദിക്കണം. ഞാൻ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ അവരോട് തന്നെ ചോദിക്കണം. അല്ല, അങ്ങനെ ഇല്ല എന്ന രീതിയിൽ ഏതെങ്കിലും പരാതികളോ അത്തരം എന്തെങ്കിലും WCCക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പലപ്പോഴും ഞങ്ങൾക്ക് വന്നിട്ടുള്ള പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് എവിടെയോ ഉണ്ട് ഒരു IC, അല്ലാതെ ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല എന്നാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കംപ്ലയിൻറ്റ് വരുമ്പം മാത്രം പ്രവർത്തിക്കാനുള്ള ഒരു കമ്മിറ്റി അല്ല IC. തുടക്കം തൊട്ടേ ഇത് ഉണ്ടാവാതിരിക്കാനും അതിൻ്റെ ഒരു ബോധവൽക്കരണം, ഇതെല്ലാം അവരുടെ ജോലിയാണ്. അപ്പോൾ ഈ IC മെമ്പേഴ്സ് ആദ്യം അവർ താല്പര്യപ്പെടണം, IC എന്ന നിലയ്ക്ക് എന്താണ് ഒരു ജെൻഡർ പോളിസി ഏത് കമ്പനിക്കും ഉണ്ടാവണം. അപ്പോഴാണ് ആ പോളിസിയുടെ ഭാഗമാണ് IC. എത്ര പേര് IC മെമ്പേഴ്സ് ആ കമ്പനിയുടെ ജെൻഡർ പോളിസി കണ്ടിട്ടുണ്ട്? അവർ ചോദിച്ചു വാങ്ങേണ്ട ഒരു കാര്യമാണ്. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് അവർ അറിയണില്ല. ICയുടെ അണ്ടറിൽ വരുന്നത് എന്തൊക്കെയാണ്? അതായത് എവിടെയെങ്കിലും ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റ് നടന്നിട്ടുണ്ടോ, നടക്കാതിരിക്കണം. പ്രിവെൻഷൻ ഉണ്ട്. ഇന്ന സ്ഥലത്ത് സെക്ഷൽ ഹറാസ്മെൻറ്റ് നടക്കാൻ പാടില്ല, പ്രൊഹിബിറ്റഡ് ആണ്. ശരിക്കും സ്റ്റുഡിയോസിലും നമ്മളെപ്പോഴും എല്ലാവരും ഷൂട്ടിങ്ങിൻ്റെ കാര്യം മാത്രം പറയുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷൻ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ വിഷയങ്ങളുണ്ട് പോസ്റ്റ് പ്രൊഡക്ഷനിൽ. എല്ലാ സ്റ്റുഡിയോസിലും ശരിക്കും പറഞ്ഞാൽ വലിയ പോസ്റ്റേഴ്സ് ഉണ്ടാവണം എന്നാണ് ഇവിടെ സെക്ഷൽ ഹാരസ്മെൻറ്റ് പ്രൊഹിബിറ്റഡ് ആണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോ സ്മോക്കിംഗ് സൈൻസ് കാണില്ലേ നമ്മൾ,
അത്ര തന്നെ രീതിയിൽ പറയേണ്ട ശരിക്കും കാര്യമാണ്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചാൽ അത് ആ ഇൻഡസ്ട്രിയുടെ ഒരു ഇമേജിന് അതെങ്ങനെയാണ്? കാരണം അങ്ങനെ ഒട്ടിച്ച് വെക്കേണ്ട ഒരു ഇൻഡസ്ട്രി ആണോ ശരിക്കും? ഇത് നിയമപരമായിട്ട് അങ്ങനെയുണ്ട്, ചെയ്യണം എന്നാണ്. അത് ഈ ഇൻഡസ്ട്രിയുടെ മാത്രമല്ല, എല്ലാ ഇൻഡസ്ട്രീസിലും അത് വേണം എന്നാണ്. എല്ലാ ഇൻഡസ്ട്രീസിലും അത് കൊണ്ടു നടക്കണമുണ്ട്. ഇപ്പം നിങ്ങളുടെ ഇൻഡസ്ട്രി, ടെലിവിഷൻ ഇൻഡസ്ട്രി എത്ര മാറ്റങ്ങൾ വന്നു കഴിഞ്ഞ കുറച്ച് കാലഘട്ടത്തിൽ, ഒരുപാട് മാറ്റങ്ങൾ വന്നില്ലേ? ഇത് ഇമേജ്, ഇൻഡസ്ട്രിയുടെ ഇമേജ് പോവുകയാണ് ഈ ഒരു പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട്. പക്ഷേ ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതിൽ വിരോധമില്ലേ? നമ്മുടെ പ്രയോറിറ്റി നമുക്ക് ക്ലിയർ ആയിട്ട് കാണണ്ടേ? ആരെങ്കിലും പറയുന്നതിലാണോ ശ്രദ്ധിക്കേണ്ടത്, അതോ യാഥാർത്ഥ്യം എന്താണെന്നാണോ ശ്രദ്ധിക്കേണ്ടത്? ഈ നാട്ടിലത്തെ നിയമമാണ് ഇത്, പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ അതവിടെ എഴുതി ഒട്ടിക്കുമ്പം ഒരു സ്ത്രീക്ക് ഫീൽ ചെയ്യുന്ന സേഫ്റ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. യുനോ, അത് കാണുന്ന വ്യക്തികൾക്കൊക്കെ ഇത് പ്രൊഹിബിറ്റഡ് ആണ്. എല്ലാ ദിവസവും ഇത് കാണുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വരില്ലേ? അപ്പോൾ ഈ IC ഇത്തരം ഹറാസ്മെൻറ്റുകൾ തടയുക, അല്ലെങ്കിൽ ഇത്തരം ഹറാസ്മെൻറ്റുകൾ ഉണ്ടാകാതെ നോക്കണം. അതിന് വേണ്ട ട്രെയിനിങ് കൊടുക്കണം. ഒരുപാട് വ്യക്തി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പലപ്പോഴും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയില്ല. അവർ ചില പരിധികൾ കടക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു അറിവില്ല. ഓ, ഇത് ഒരു നിയമലംഘനമാണെന്ന് അവർ പലപ്പോഴും, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ അങ്ങനെയാണ് പ്രവർത്തിച്ചിട്ട് വന്നിട്ടുള്ളത്. മിക്കവരും ഒരു പഴയ ഓൾഡ് സ്കൂൾ രീതിയിൽ അവർ പ്രവർത്തിച്ച് വന്നിട്ടുണ്ട്. ഇതൊന്നും പാടില്ല എന്നുള്ളത് പലവർക്കും അറിയില്ല. ഇപ്പോൾ അറിഞ്ഞു വരുമ്പം ഓക്കെ, എന്നാൽ പിന്നെ ആ രീതിയിൽ പ്രവർത്തിച്ചുകൂടാ. അങ്ങനെ എത്രയോ ആൾക്കാരുടെ കാര്യത്തിലുണ്ട്. ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഒരു ട്രെയിനിങ് വേണം, ഒരു ജെൻഡർ ട്രെയിനിങ് വേണം. അപ്പോൾ എന്തൊക്കെയാണ് സെക്ഷൽ ഹാരസ്മെൻറ്റ് വളരെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ശരിക്കും വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ അത് അറിയില്ല. വർക്ക് പ്ലേസ് എന്താണ്? വർക്ക് പ്ലേസ് ഷൂട്ടിംഗ് സെറ്റ് മാത്രമാണ് വർക്ക് പ്ലേസ് എന്ന് ധരിക്കുന്ന എത്രയോ പേരുണ്ട്. അല്ല, നമ്മൾ പ്രീ പ്രൊഡക്ഷൻ നടത്തുന്ന സ്ഥലം, നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടത്തുന്ന സ്ഥലം, ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ റൂംസ് വരെ വർക്ക് പ്ലേസാണ്. അപ്പോൾ ഇത് അറിയാൻ അവർക്ക് ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. അത് ICയുടെ ജോലിയാണ്. ചില നല്ല പ്രൊഡ്യൂസേഴ്സ് തരുന്ന കോൺട്രാക്റ്റിൽ ഒരു പോഷ് ക്ലോസ് ഉണ്ട്. എന്താണ് ആ ക്ലോസിൽ പറയുന്നത്? ഈ ഞങ്ങളുടെ ജോലി സ്ഥലത്ത് ഞങ്ങൾ പോഷ് മാനിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ ഒരു IC ഉണ്ട്, എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ICയിൽ പോവാം. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ നിങ്ങൾ സാക്ഷിയാവുകയാണെങ്കിൽ നിങ്ങൾ വന്ന് കംപ്ലയിൻറ്റ് ചെയ്യണം. സെക്ഷൽ ഹറാസ്മെൻറ്റുകൾക്കപ്പുറത്തേക്ക് ഡ്രഗ്സ് ഉപയോഗിക്കുക, ലഹരിയുടെ വലിയ അമിതമായൊരു ഉപയോഗമുണ്ട് എന്ന രീതിയിൽ അത് കൃത്യമാണ്. അതിനകത്ത് പരിശോധനകൾ വരെ നടന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ ICയുടെ പരിധിയിൽ വരുന്നില്ല. ഇല്ല, IC വെറും സെക്ഷൽ ഗ്രീവൻസിന് വേണ്ടി മാത്രമുള്ളതാണ്. മറ്റ് ഗ്രീവൻസസ് പ്രൊഡ്യൂസർ വേറൊരു മെക്കാനിസം എന്തെങ്കിലും ഉണ്ടാക്കണം. ഞങ്ങൾ ഇത്രയും ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ, ശരി, പോഷ് വഴി IC എല്ലാം കൊണ്ട് നടക്കാം. പക്ഷേ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ മീഡിയയ്ക്ക് ഏറ്റവും താല്പര്യം ഈ പറയുന്ന സെക്ഷൽ ഗ്രീവൻസസിനെ കുറിച്ച് സംസാരിക്കാനാണ്. എവിടെ പോയാലും അതിനെക്കുറിച്ചാണ്. പക്ഷേ വേറെ ഒരുപാട് ഇഷ്യൂസ് ഇവിടെയുണ്ട്. അപ്പോൾ ഇന്നലെ പോലും കോൺക്ലേവിൽ വളരെ അധികം ചർച്ച ചെയ്യപ്പെട്ടത് ഒരു റിപ്പോർട്ടിംഗ് മെക്കാനിസം ആവശ്യമുണ്ട്. ശരി, സെക്ഷൽ ഗ്രീവൻസിൻ്റെ കാര്യം IC നോക്കിക്കോളും. പക്ഷെ ഇവിടെ വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? സമയത്ത് ശമ്പളം കിട്ടണില്ല, വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങളില്ല, ഇല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാർ തമ്മിലൊരു തർക്കം ഉണ്ടായി, അതൊന്ന് പരിഹരിക്കണം, ഇല്ലെങ്കിൽ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ഇല്ലെങ്കിൽ എന്തെങ്കിലും മെമ്പർഷിപ്പായിട്ട് വല്ല ഇഷ്യൂസ് ഉണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളാണ്? കോൺട്രാക്റ്റ് ഇല്ല, പലവരും വർക്ക് ചെയ്യുന്നത് കോൺട്രാക്റ്റ് ഇല്ലാണ്ടല്ലേ. അപ്പോൾ പിന്നെ എന്താണ്? ഇപ്പം നിങ്ങളും ഞാനും ഒപ്പം വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? അപ്പോൾ ഇതെവിടെ പോയി പറയും? ഇതിനൊന്നും ഒരു സ്ഥലമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗ്രീവൻസ് മെക്കാനിസം ഏതൊരു ഓഫീസിലും ഉണ്ടാവില്ലേ? ഇപ്പം നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോയി സംസാരിക്കാൻ ഒരു HR ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവില്ലേ? അവരുടെ ഒരു ജോലിയല്ലേ ഇതൊക്കെ നോക്കുന്നത്. അപ്പോൾ ഫിലിം ഇൻഡസ്ട്രിക്ക് എന്താ അതൊന്നും ആവശ്യമില്ലേ? ഇതൊക്കെ ആവശ്യമാണ്. ഏതൊരു പ്രൊഫഷണൽ സ്പേസിന് ഇതെല്ലാം ആവശ്യമാണ്. അപ്പോൾ അതിനുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു റിപ്പോർട്ടിംഗ് മെക്കാനിസം, അത് പരിഹരിക്കാനുള്ള ഒരു മെക്കാനിസം. ദീസ് തിങ്സ് ആർ ബേസിക്. ഇതൊന്നും അത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. പ്രീ ലൈറ്റിൻ്റെ ദിവസമോ അങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം ക്രൂവിനെ എല്ലാവരെയും വിളിച്ചിട്ട് അവിടെ വെച്ചിട്ട് അവരോട് സംസാരിക്കും. ഇവിടെ ഇതൊക്കെ ഓക്കെയാണ്, ഇന്ന കാര്യങ്ങൾ ഓക്കെ അല്ല, സബ്സ്റ്റൻസ് അബ്യൂസ് പറ്റില്ല. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ആക്സെപ്റ്റബിൾ അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മളവിടെ പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ? ആ പവർ ഗ്രൂപ്പ് ഉറപ്പായും പുരുഷന്മാരുടെ മാത്രം കയ്യിലാണ്. ഇനി ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ഏറ്റവും അധികം
അങ്ങനത്തെ ഒരു സ്ത്രീകളെക്കുറിച്ച് ഒരു സമീപനം ഉണ്ടല്ലോ, അത് വളരെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ളൊരു രീതിയിൽ തന്നെയാണ്. അല്ലാണ്ട് ഒരു എംപവർമെൻറ്റ് നമ്മൾ ഒരിക്കലും കാണുന്നില്ല. വളരെ നോമിനലായിട്ട് ഇപ്പോൾ ഈയിടെ തുടങ്ങിയ കാര്യങ്ങളാണ്. അത് ഭയങ്കരമായിട്ട് എടുത്ത് പറയുന്ന ആൾക്കാരാണ് കൂടുതൽ. പക്ഷേ ഇത്രയും കാലം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെല്ലാവരും ഇവിടെ വന്ന് ബഹളം കൂട്ടുന്ന ഒരു കാര്യമില്ല. അതൊക്കെ നേരത്തെ ആവാമായിരുന്നു. കുഴപ്പമില്ല, ഇപ്പോഴെങ്കിലും തുടങ്ങി. നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ പറയുക, വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ഇത് പണ്ട് സ്പൈഡർമാൻ ഫിലിമിലെ ഡയലോഗാണ്. പക്ഷേ പവർ ഉണ്ടായാലും അത് നല്ല രീതിയിലേക്ക് ഉപയോഗിക്കുക, അല്ലാതെ അത് ചൂഷണത്തിന് ഉപയോഗിക്കാതിരിക്കുക. അതാണ് ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഏതൊരു സ്ഥാപനത്തിലും ഏതൊരു വർക്ക് പ്ലേസിലും ചിലവർ കൂടുതൽ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടി വരും. പക്ഷെ അത് റെസ്പോൺസിബിലിറ്റി എടുക്കാതെ ആൾക്കാരുടെ നല്ലതിന് വേണ്ടി വർക്ക് ചെയ്യാതെ പവർ മാത്രം കൊണ്ടിരിക്കുക, അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആ പവർ ശേഖരിക്കുക എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് വെരി വെരി പ്രോബ്ലമാറ്റിക്. പൊതുവേ സൈലൻസും ഭയവും ഇത് രണ്ടും ഒപ്പം പോണ കാര്യങ്ങളാണ്. ഭയം കൂടുന്തോറും സൈലൻസ് കൂടും, ആൻഡ് സൈലൻസ് കൂടുന്തോറും ആൾക്കാർക്ക് ആ ഭയവും നിലനിൽക്കും. ഈ പോളിസി കമ്മിറ്റി 75 സംഘടനകളെ കണ്ട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഐ വാസ് സർപ്രൈസ്ഡ്. ഇത്രയും ഉണ്ടോ സംഘടനകളെന്ന്? ഇതെന്തുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ? ആ ഒരു ശരിക്കും പറഞ്ഞാൽ പബ്ലിക്ലി അവൈലബിൾ ആയിരിക്കണ്ടേ? അല്ലാണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ചില പേരുകൾ മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഈ എല്ലാവരും ഈക്വലി എംപവർ ചെയ്ത് വിടുന്ന ഒരു സ്പേസ് ആണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ എപ്പോഴും അവർക്കൊരു സ്പേസ് ഉണ്ടാവണം. അതിനൊരു കോൺക്ലേവ് ഇപ്പോൾ ഉണ്ടായി. പക്ഷെ ഇനി അങ്ങോട്ടേക്ക് ഇത് പഴയ പോലെ ആയിക്കൂടാ. ഇവർക്ക് എല്ലാവർക്കും സ്ഥിരമായിട്ടൊരു സ്പേസ് വേണം. WCCയെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ വളരെ ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ വിസിബിളാണ്. അത് ഞങ്ങളുടെ ഒരു വലിയ പ്രിവിലേജാണ്. പക്ഷെ വേറെ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്, അവരെല്ലാവരും ഇത്ര തന്നെ രീതിയിൽ സംസാരിക്കാൻ സാധിക്കണം അവർക്ക്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന വിഷയങ്ങൾ വേറെ വേറെയാണ്. പല ക്രാഫ്റ്റ്സിലും അവരുടെയൊക്കെ അസോസിയേഷൻസ് ഒരു തരം ക്രാഫ്റ്റിൽ ഏർപ്പെടുന്ന ആൾക്കാരെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ കൂടുതൽ സ്ത്രീകളുടെ കാര്യം പറയുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫോക്കസ് ഉണ്ടാവും, അതിലായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് സംഘടനകളിൽ മാത്രം ഒതുങ്ങാതെ എല്ലാവരും എംപവർ ചെയ്യുന്നൊരു സ്പേസ് ഉണ്ടാവണം ഇവിടെ. അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് ആ ഒരു ശരിയായിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു സ്പേസ് വരുന്നത്. ഇവിടെ ഈ തുല്യതയ്ക്ക് വേണ്ടി, ലിംഗസമത്വം തുല്യതയ്ക്ക് വേണ്ടി നിങ്ങൾ വാദിക്കുമ്പോൾ, നമ്മൾ വാദിക്കുമ്പോൾ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വേതനം വേണം, അതായത് തുല്യ വേതനം വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമാണ്? സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ക്രൂവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഓൾമോസ്റ്റ് തുല്യവേതനമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൽ വേറൊരു വിഷയമുണ്ട്. സ്റ്റാറിനും, അതായത് സൂപ്പർ സ്റ്റാറുകൾക്ക്, അതായത് നായികയ്ക്കും നായകനുമൊക്കെ തുല്യവേതനം പ്രായോഗികമാണോ? അത് പലപ്പോഴും ഇൻഡസ്ട്രിയിൽ ഈ മാർക്കറ്റ് വാല്യൂയുടെ ഒരു പ്രശ്നമുണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് ഇവർ അത് തീരുമാനിക്കുന്നത്. പക്ഷേ വളരെ ഇത് ആ പറയുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, ഭയങ്കര ഒരു വലിയ ഗ്യാപ്പാണ്. അത് ശരിക്കും ഡിസ്പാരിറ്റി ഈസ് വെരി വെരി ഹൈ. പക്ഷേ ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ ഒരുപാട് പേരുണ്ടാവും, അതുകൊണ്ട് ഞാൻ വേറൊരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ക്രൂവിൻ്റെ കാര്യം പറയുമ്പോൾ തുല്യവേതനം എന്ന് പറയുന്നത് ശരി, ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വേജസിൻ്റെ കാര്യം നമ്മൾ പറയണത് അതൊരു പക്ഷേ ഒരേപോലെ ആയിരിക്കാം. പക്ഷേ ഇവിടെ 15 വർഷം വർക്ക് ചെയ്തിട്ടുള്ളൊരു സ്ത്രീയും ഒരു 15 വർഷം വർക്ക് ചെയ്തിട്ടുള്ളൊരു പുരുഷനെടുത്താൽ അവർ ചെയ്തിട്ടുള്ള പ്രോജക്ട്സിൻ്റെ നമ്പർ ഭയങ്കര വ്യത്യാസമായിരിക്കും. ഒരു സ്ത്രീക്ക് വളരെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 15 വർഷം ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിലും അവർ ചെയ്തിട്ടുള്ള ഫിലിംസ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഒരു ക്യാമറ പേഴ്സൺ ആവേണ്ട ഒരു ലെവലിൽ നിൽക്കേണ്ട ആൾ പലപ്പോഴും ക്യാമറ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. എന്നുവെച്ചാൽ അതെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല, വളരെ ചുരുക്കമാണ്. അത് എന്തുകൊണ്ടാണ്? അത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ ഏർണിംഗ് പൊട്ടൻഷ്യൽ ഒരേപോലെ അല്ല. അന്ന് കിട്ടുന്ന വേജസ് ഒരേപോലെ ആവാം, ഇവർ കൊടുക്കുന്ന. പക്ഷേ ഈ ആദ്യം ആ ജോലി കിട്ടിയാലല്ലേ വേജ് കിട്ടുള്ളൂ. ആ ഓപ്പർച്യൂണിറ്റിയിൽ ഭയങ്കര വ്യത്യാസമുണ്ട്.
അതെവിടെ വേണമെങ്കിൽ നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് വേണമെങ്കിൽ എടുത്ത് സംസാരിച്ച് നോക്കിയാലും സ്ത്രീകൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ആർ മച്ച് മോർ ലിമിറ്റഡ്. അത് അതിൻ്റെ ഒരു താഴെത്തട്ട് മുതൽ ആ ശ്രേണിയിൽ ഏറ്റവും ടോപ്പിൽ വരുമ്പോഴും നമുക്ക് ആ വ്യത്യാസം കാണാനാകും. അതുണ്ട്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും വളരെ ലിമിറ്റഡ് ആണ്. അതനുസരിച്ച് അവർക്ക് മാർക്കറ്റ് വാല്യൂ അതനുസരിച്ച് സ്വാഭാവികമായി വ്യത്യാസമായി. അതാണ് ഈ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്ന കാര്യം. ഇപ്പോൾ ഒരു യു ടേക്ക് ഒരു എഡിറ്റർ, ഓക്കെ, അദ്ദേഹത്തിൻ്റെ പടങ്ങൾ ഹിറ്റാകുമ്പോൾ എഡിറ്ററുടെ കാര്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെ സങ്കടം. എന്ന് വെച്ചാൽ അവർക്ക് വളരെ ലോ പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു ഗ്രൂപ്പാണ്. ക്യാമറ പീപ്പിൾ എടുക്കും. ക്യാമറ പേഴ്സണിന് വളരെ ഒരു വർഷത്തിൽ ഒരു 4 പടം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കും. അതിൽ ഏതെങ്കിലും ഒരു പടം ഹിറ്റായി അദ്ദേഹം വളർന്ന് വരും അല്ലേ. പക്ഷേ ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു വർഷത്തിൽ 4 പോയിട്ട് 4 വർഷത്തിൽ ഒരു പടം കിട്ടിയ വലിയ കാര്യമായി. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു വളർച്ചയെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നതല്ലേ. അപ്പോൾ ഈ ഗ്രാഫ് ഭയങ്കര സ്ലോ ആണ്. അതവരുടെ ഏർണിംഗ് പൊട്ടൻഷ്യലിനെ ബാധിക്കുന്നുണ്ട്. പലപ്പോഴും അവർ വേറൊരു ജോലി എടുക്കേണ്ടി വരുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ജോലിയിൽ നിന്ന് വിട്ടിട്ട് ഏർണിംഗ് പൊട്ടൻഷ്യൽ കൂട്ടാൻ വേണ്ടിയിട്ട് വേറൊരു ജോലി എടുക്കുകയോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് അവരൊക്കെ മാനേജ് ചെയ്ത് പോകുന്നത്. ഈ പറഞ്ഞ ഈ വ്യത്യാസം, അതായത് ഈ നടീനടന്മാരുടെ കാര്യത്തിൽ, അതായത് ഒരു സിനിമയിലെ നായകന് കൊടുക്കുന്ന അതേ പ്രതിഫലം ഒരിക്കലും നായികയ്ക്ക് കൊടുക്കുന്നില്ല. അത് മാർക്കറ്റിംഗ് വാല്യൂ അനുസരിച്ചാണ് എന്ന ഒരു ന്യായീകരണമാണ് പ്രൊഡ്യൂസർ എപ്പോഴും. പക്ഷേ ദാറ്റ്സ് എ റിയാലിറ്റി ആസ് വെൽ. ഒരു മാർക്കറ്റ് റിയാലിറ്റിയും കൂടിയാണത്. എന്താണെന്ന് വെച്ചാൽ അവർ നോക്കുന്നത്, പ്രൊഡ്യൂസേഴ്സ് നോക്കുന്നത്, ഇന്ന ആൾ എൻ്റെ ഫിലിമിലുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഓഡിയൻസ് വരുമോ, അദ്ദേഹത്തിൻ്റെ പേരിലാണല്ലോ ആ സിനിമ ഉണ്ടാകുന്നത്, ഹിറ്റാകുന്നത്. പക്ഷേ ഇവിടെ നായകന്മാരും ഉണ്ട്, ഓഡിയൻസ് അവരുടെ പടം കാണാൻ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് എത്ര സിനിമകൾ ഹിറ്റാകുന്നു എന്നൊരു ചോദ്യം പ്രൊഡ്യൂസേഴ്സ് ചോദിച്ചാൽ എന്താണ് മറുപടി? വളരെ ലിമിറ്റഡ് ആണ്. ഒന്നാമത് ആ ഒരു പടത്തിനുള്ള എക്സ്പോഷർ. ഇപ്പോൾ പലതും ചിന്തിക്കേണ്ടതുണ്ട്. ഒരു ടിപ്പിക്കൽ ട്രഡീഷണൽ ഹീറോ, മാസ്ക്യുലൻ ഹീറോ ഫിലിമിന് കിട്ടുന്ന ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് മറ്റേ ഫിലിമിനില്ല. ഇതിൻ്റെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഒരു പക്ഷേ ആ ഫിലിമിൻ്റെ ബഡ്ജറ്റ് തന്നെ ഉണ്ടാവില്ല. മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ ഒരു ഇഫക്റ്റ് ആ ഫിലിമിനും കാണും. പലപ്പോഴും നമ്മൾ കാണാറില്ല, നല്ല പടമായിരുന്നു പക്ഷെ അറിഞ്ഞില്ല, ആരും കേട്ടില്ല, അപ്പോൾ ആരും കണ്ടില്ല, തിയേറ്ററിൽ വന്നു പക്ഷെ ആരും കയറിയില്ല. അത് മാർക്കറ്റിങ്ങിന് വരുന്നൊരു കാറ്റഗറിയാണ്. അപ്പോൾ അത്രയും ബഡ്ജറ്റ് മാർക്കറ്റിങ്ങിന് കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ പടങ്ങളും എത്രയോ നന്നായിട്ട് വരും. പിന്നെ ഇതിൻ്റെ ഒരു സൈക്ലിക്കൽ കാര്യമാണ്. മാർക്കറ്റ് റിയാലിറ്റി ആണ് ദാറ്റ് ഒരു ഈ വാല്യൂ കൂടുമ്പോഴാണ് അവർക്ക് അതിന് ചേരുന്ന ഒരു പ്രതിഫലം കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഒരു പടം ഹിറ്റായിട്ടുള്ള ഒരു പുരുഷൻ അടുത്ത പടത്തിൽ വാങ്ങുന്ന പ്രതിഫലം എത്രയോ മടങ്ങാണ്. പക്ഷേ സ്ത്രീകൾക്ക് അത് വരുന്നില്ല. ആവശ്യപ്പെട്ടാലും പ്രൊഡ്യൂസർ കൊടുക്കാൻ വില്ലിങ്ങല്ല. അവരെ മാറ്റി പകരം മറ്റൊരു സ്ത്രീയെ നായികയാക്കും. ഒന്നാമത് ഇത് ആ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എടുക്കാൻ താല്പര്യപ്പെടുന്ന പ്രൊഡ്യൂസേഴ്സിന് വളരെ കുറവാണ്. പക്ഷെ അതേസമയം അത്തരം പ്രൊഡ്യൂസേഴ്സ് കരയുന്നുണ്ട്. കാരണം ഒരു സിനിമയുടെ എടുക്കുന്ന ഒരു 80% ആ നായകന് വേണ്ടിയാണ് ആ സിനിമയുടെ, അതായത് അതിൻ്റെ ആ കോസ്റ്റിൻ്റെ 80% നായകനാണ് വാങ്ങുന്നത്. 80% ഒക്കെ ഒരു വലിയ ഇറ്റ്സ് എ വെരി ഹൈ പെർസെൻറ്റേജ്. ഐ ഡോണ്ട് തിങ്ക് ആ ഒരു ഞാൻ അതിനോട് ഐ കനോട്ട് എൻഡോഴ്സ് 80%. പക്ഷേ വളരെ വലിയ തുകകളൊക്കെ തന്നെയാണ്. ബട്ട് ഈ പ്രൊഡ്യൂസേഴ്സ് പലപ്പോഴും ശ്രമിക്കുന്നത് എന്താണ്, ഈ പ്രൊഡ്യൂസിങ്ങും എളുപ്പമുള്ളൊരു ജോലിയല്ല. ഓക്കെ, നല്ല ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. ഏറ്റവും റിസ്ക് അവർക്കാണല്ലോ എല്ലാ കാര്യത്തിലും. അപ്പോൾ അവരെന്താ ശ്രമിക്കുക, റിസ്ക് കുറയ്ക്കാനാണ് നോക്കുക. ഇത് ഞാനും ഒരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഞാൻ എന്താ ശ്രമിക്കുക, കഴിയുന്നത്ര എൻ്റെ ഫിലിം പാക്കേജ് ചെയ്ത് അത് എങ്ങനെയാണ് എൻ്റെ റിസ്ക് ഫുൾ കവർ ചെയ്തിട്ട് അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക, അതാണ് ഞാൻ ശ്രമിക്കുക. അപ്പോൾ അതിനെ ഓഡിയൻസിലേക്ക് എത്തിക്കാനുള്ള അതിന് വേണ്ട ഒരു മാർക്കറ്റിങ്ങും അതിന് വേണ്ട ഒരു പൊസിഷനിങ്ങും അതിന് വേണ്ട ഒരു റിലീസും ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. പ്രൊഡ്യൂസേഴ്സിനും അങ്ങനത്തെ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പേസിൽ ഇത് വളരെ സ്മാർട്ട്ലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണോ, വളരെ ഒതുങ്ങിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു രീതിയാണോ എന്നൊക്കെ വരുമ്പോൾ റിക്കവറിക്ക് വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു കാര്യം എന്താ, വളരെ അറിയപ്പെടുന്നൊരു സ്റ്റാർ അതിലേക്ക് കയറി വന്നാൽ ഉടനെ റിക്കവർ ആവും എന്നുള്ളൊരു ഹോപ്പിലാണ് പ്രൊഡ്യൂസേഴ്സ് ഈ സ്റ്റാർസിന് തന്നെ ഈ പൈസ കൊടുക്കുന്നത്. അത് പക്ഷെ പലപ്പോഴും ഉണ്ടാവാറില്ല. നമുക്കിപ്പോൾ മലയാളത്തിൽ നമ്മൾ കാണുന്നതല്ലേ എത്ര പടങ്ങളാണ് ഹിറ്റാവുന്നത്, വളരെ ചുരുക്കമാണ്. മലയാളം മാത്രമല്ല, അത് പൊതുവേ ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു രീതിയാണ്. വളരെ ചുരുക്കം ഫിലിംസ് ആയിരിക്കും ഹിറ്റാവുന്നത്. ഭൂരിപക്ഷവും ഇറ്റ് വിൽ നോട്ട് റൺ. അവരെന്താണല്ലോ ഈ പവർ ഗ്രൂപ്പ് നമ്മൾ പറയുന്നത്. അല്ല, അപ്പോൾ അവർ ചോദിക്കുന്നത് അവർക്ക് കിട്ടുന്നുണ്ട്. അവരോട് ഒരിക്കലും ഇത് പറയില്ല, ബാക്കി എല്ലാവരോടും ഇത് പറയും.
അവരോട് ഒരിക്കലും ഇത് പറയില്ല. അപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ പിന്നെയും അവർ തന്നെ ആ പൈസ കൊണ്ട് കൊടുക്കും. അപ്പോൾ പിന്നെ അത് നാച്ചുറലായിട്ട് അതിനല്ലേ കണ്ടിന്യൂ ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങൾ സജസ്റ്റ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും തമ്മിൽ കുറേ കാലം ഇപ്പം ഇങ്ങനെ നടന്നുമല്ലോ, എല്ലാവരും എല്ലാ സംഘടനകളൊക്കെ ചേർന്ന് ഇൻഡസ്ട്രിയിൽ എല്ലാവരും തമ്മിൽ ചർച്ച ചെയ്തിട്ട് ഒരു റേഞ്ചിലേക്ക് എത്തുക. അതായത് ഇത്രയും ബഡ്ജറ്റ് റേഞ്ച് ആണെങ്കിൽ ഇത്ര വരെ ലീഡ് കാസ്റ്റിന് കൊടുക്കാം, ഒരു ശതമാനം ഉറപ്പിക്കുക, അതിലപ്പുറം വേണ്ട എന്നുള്ളൊരു ക്യാപ്പ് എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ അതെല്ലാവരും തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് ആക്ടേഴ്സിനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഡിസ്കഷനിലേക്ക് എത്തുക. അങ്ങനെ ആകുമ്പോൾ എന്താ അറിയോ, ഈ പടം ഉണ്ടാക്കാനും കുറേ കൂടെ ബഡ്ജറ്റ് കിട്ടും, എല്ലാവർക്കും ഒരു തരം കംഫർട്ടബിളായിട്ടും സേഫായിട്ടും പ്രവർത്തിക്കാനുള്ളൊരു ബഡ്ജറ്റ് കിട്ടും. പിന്നെ മറ്റ് ആക്ടേഴ്സിനും എല്ലാവർക്കും ഇവിടെ ഞങ്ങൾ ലീഡ് ആക്ടേഴ്സിൻ്റെ കാര്യം പറയുന്നു, ബാക്കി ആക്ടേഴ്സൊക്കെ എന്താ, അവരും ആക്ടേഴ്സ് അല്ലേ. സപ്പോർട്ടിങ് കാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇറ്റ്സ് വെരി സാഡ് ആക്ച്വലി. അത് സപ്പോർട്ടിങ് കാസ്റ്റിലും ഉണ്ട്. സപ്പോർട്ടിങ് കാസ്റ്റിൽ നിങ്ങൾ വേജസ് നോക്കുകയാണെങ്കിൽ അവിടെ നല്ല ഗ്യാപ്പാണ് പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ. സ്വപ്നവും പ്രതീക്ഷയുമായി താങ്കൾ സിനിമയിലേക്ക് വന്നു. പക്ഷെ വന്നപ്പോൾ അവിടെ ഈ സ്ത്രീകൾ നേരിടുന്ന ഈ ഒരു വിഷയം നേരിട്ട് കണ്ടപ്പോൾ ശരിക്കും ഒരു സോഷ്യൽ മൂവ്മെൻറ്റ് എന്ന രീതിയിൽ കൂടുതൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒരു വെമ്പലുണ്ടല്ലേ? അല്ല, ഇത് എന്തുകൊണ്ടറിയോ, ഇത് നമ്മുടെ എനിക്കൊക്കെ എൻ്റെ സെറ്റ് എന്ന് വെച്ചാൽ എൻ്റെ വീട് പോലെയാണ്. അപ്പം നമ്മുടെ വീട് വൃത്തിയാക്കി വെക്കണമെന്ന് നമുക്കുണ്ടാവില്ലേ? നമ്മുടെ കുടുംബമല്ലേ ഇത്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ നമുക്ക് ആ വിഷമം ഉണ്ടാവില്ലേ? അത് വളരെ ഹ്യൂമൻ ആയിട്ടുള്ളൊരു കാര്യമല്ലേ. നമ്മളൊക്കെ ആർട്ടിസ്റ്റ്സ് അല്ലേ. ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ എന്താണ് ഈ ചെയ്യാൻ നോക്കുന്നത്? നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും അതിനൊരു പുതിയ രൂപം കൊടുത്തിട്ട് സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നല്ലേ ഒരു ആർട്ടിസ്റ്റിൻ്റെ ജോലി. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നമ്മൾ സെൻസിറ്റീവ് ആയിരിക്കും. നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയോടും വ്യക്തികളോടും ഒക്കെ നമ്മൾ സെൻസിറ്റീവ് ആയിരിക്കില്ലേ. പക്ഷെ ആ തുടക്കം മുതൽ ഇപ്പോൾ ഉള്ളത് ഒന്ന് നോക്കുകയാണെങ്കിൽ വലിയൊരു മാറ്റത്തിലൂടെയല്ലേ കടന്നു പോകുന്നത്? വലിയ മാറ്റമാണ് സത്യം പറഞ്ഞാൽ. വളരെ ഒരു ഹോപ്പ്ഫുൾ ആയിട്ട്, വളരെ പോസിറ്റീവായിട്ടുള്ള ആൻഡ് മോർ ദാൻ എനിത്തിങ് സോഷ്യൽ ചേഞ്ചസ് ഹാപ്പനിങ്. അതൊരു മാറ്റമൊന്നും ആർക്കും തടുക്കാൻ പറ്റില്ല. ഇവിടെ മാറിയിട്ടില്ലെങ്കിൽ സർവൈവ് ചെയ്യില്ല. അതാണ് ഉണ്ടാവാൻ പോണേ. ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഡാർവിൻ്റെ തിയറിയാണ്. ഇത് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് മാറണമെന്നില്ല. പലവർക്കും വിരോധം ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് അവർ മാറില്ല എന്നാണ്. താനും മാറ്റമൊക്കെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് മാറ്റം എന്തായാലും ഇറ്റ്സ് വെൽ ഓൺ ഇറ്റ്സ് വേ. അതിനോട് ചേർന്ന് നടന്നാൽ എല്ലാവർക്കും നല്ലത്. അത്ര തന്നെ ഉള്ളൂ. എന്തായാലും സിനിമ കോൺക്ലേവ് എന്ന വലിയൊരു സിനിമ നയരൂപീകരണം എന്ന വലിയൊരു ചുവടുവയ്പ്പിലേക്ക് ഒരു ചരിത്രപരമായൊരു ചുവടുവയ്പ്പെന്ന് വേണമെങ്കിൽ പറയാം. അതിന് ഭരണകൂടം മുൻകൈ എടുത്താണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ അതിന് തുടക്കം കുറിക്കുന്നു. മറ്റ് സിനിമ ഇൻഡസ്ട്രിയിലും അതനുസരിച്ച് അവരൊക്കെ ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ. പിന്നീട് അതിനൊരു മാതൃകയാക്കാൻ ഉറപ്പായും അതൊരു മാതൃകാപരമായ മൂവ്മെൻറ്റായി മാറട്ടെ. നമ്മളൊക്കെ ഉന്നയിക്കുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ നേരിടുന്ന, തൊഴിലിടങ്ങളിൽ നേരിടുന്ന ചൂഷണങ്ങൾ, ഇതിന് ഒരു പരിധിവരെ പരിഹാരമുണ്ടാകും. പരിധിവരെയല്ല, പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി. താങ്ക് യു.